അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജോലി എന്ന് പറയുന്നത് അവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. അപ്പോൾ ആ സ്വപ്ന സാക്ഷാത്കാരം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പഠനത്തോടൊപ്പം തന്നെ ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് നേടേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈശ്വരാനുഗ്രഹം വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ജോലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഒരു പരിധി വരെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുകയും വേണം. അല്ലാതെ അതോടൊപ്പം തന്നെ പഠിക്കാതെ ഇരുന്നിട്ട് വെറുതെ ഈശ്വരൻ നമുക്ക് സർക്കാർ ജോലി എത്തിച്ചേരുമെന്ന് ഒരു ഉദ്യോഗാർത്ഥിയും വിചാരിക്കാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ലഭിക്കില്ല. നമ്മൾ താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പകുതി അധ്വാനവും ഭഗവാന്റെ ദൈവത്തിന്റെ പകുതി അനുഗ്രഹവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ലഭിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഏത് തസ്തികയിലേക്കാണോ പ്രധാനപ്പെട്ട പരീക്ഷ എഴുതുന്ന തസ്തികകളിലേക്ക്, അതായത് ഉദാഹരണമായിട്ട് ഞാൻ പറയാം LDC പോലുള്ള തസ്തികകളിലേക്ക് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം LD ക്ലർക്കിന് വേണ്ടിയിട്ട് നിത്യേന വർഷങ്ങളായിട്ട് പഠിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. പലപ്പോഴും ലിസ്റ്റ് വന്നിട്ട് ജോലി കിട്ടാതെ പോകുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ലിസ്റ്റിൽ വന്നിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ ലിസ്റ്റിൽ എത്താറാവുന്നു, കട്ട് ഓഫ് മാർക്ക് തൊട്ട് താഴെ വരുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഇല്ലാത്തവരാണ് ഇങ്ങനെ ജോലി കിട്ടാതെ ആ കൃത്യമായ സമയത്ത് നിങ്ങൾ പുറത്തു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ ദൈവാനുഗ്രഹം കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കും. നിങ്ങൾ ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് തസ്തികയിലേക്കുള്ള ജോലിയാണോ വേണ്ടത്, നിങ്ങൾ ദിവസവും ഒരു വെള്ളപ്പേപ്പർ എടുത്തു വച്ച് ആ വെള്ളപ്പേപ്പറിൽ നിങ്ങൾ പേന കൊണ്ട് കൃത്യമായിട്ട് എഴുതുക. എന്നും രാവിലെ 18 പ്രാവശ്യം എഴുതുക, ഞാൻ LD ക്ലർക്ക് ആയി ജോലിയിൽ പ്രവേശിക്കും. ഞാൻ ഈ വരുന്ന അടുത്ത PSC പരീക്ഷയ്ക്ക് LD ക്ലർക്കായിട്ട് ജോലിയിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് ജോലിയിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ ഏത് തസ്തിക ആയിക്കോട്ടെ ആ തസ്തികയിലേക്കുള്ള നിങ്ങൾക്ക് പഠിക്കുന്ന ഏത് തസ്തിക ആയിക്കോട്ടെ ആ തസ്തികയിലേക്കുള്ള ജോലിയിൽ നിങ്ങൾ ഉറപ്പായും പ്രവേശിക്കും. ഞാൻ ജോലിയിൽ പ്രവേശിക്കും, എനിക്ക് ജോലി കിട്ടും എന്ന് നിങ്ങൾ എന്നും രാവിലെ ഒരു 18 തവണ ഒരു വെള്ളപ്പേപ്പർ എടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ എഴുതുക. അങ്ങനെ കൃത്യമായിട്ട് എഴുതുന്നതോടൊപ്പം തന്നെ എഴുതിയിട്ട് നിങ്ങൾ ഏതൊരു ഈശ്വരവിശ്വാസി, ഏതൊരു മതവിശ്വാസത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണോ പ്രസ്തുത വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഈശ്വരനെ, നിങ്ങൾ ഏത് ഈശ്വരനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ഈശ്വരനോട് നിങ്ങൾ പ്രത്യേകം സമർപ്പിക്കുക. ആ പേപ്പർ ഈശ്വരന്റെ സമക്ഷത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈശ്വരന്റെ തൃപ്പാദത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക. എന്നും തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ പരീക്ഷ വരെ നിങ്ങൾ അങ്ങനെ എഴുതി ഈശ്വരന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച് നിങ്ങൾ പരീക്ഷ എഴുതി, അതോടൊപ്പം തന്നെ അങ്ങനെ ഈശ്വരന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് പഠിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ ഓരോ വിഷയങ്ങളും നിങ്ങളുടെ സിലബസ് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുകയും കൂടെ ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യം കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങി നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ കൃത്യമായിട്ട് നമ്മുടെ അരികിലേക്ക് എത്തിച്ചേരാൻ ഈശ്വരാധീനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈശ്വരാധീനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും
നമ്മൾ നിത്യേന എന്ത് ജോലിയാണ്, ഏത് ജോലിയാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ടൊരു നിഗമനത്തിലെത്തിയതിന് ശേഷം ആ ജോലിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ നമ്മൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹം ഉറപ്പായിട്ടും നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്നും ആ അദൃശ്യ ശക്തി നമ്മളെ സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കുന്നതിനും പരീക്ഷയെ നല്ല രീതിയിൽ ഫേസ് ചെയ്യുന്നതിനും പരീക്ഷയെ വളരെ മത്സരബുദ്ധിയോടുകൂടി കാണുന്നതിനും നല്ല രീതിയിൽ ജോലി കരസ്ഥമാക്കുന്നതിനും ഈ ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം വളരെയധികം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിൽ സൂക്ഷിച്ച് എല്ലാവരും മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. എൻ്റെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ജോലി ലഭിച്ചാൽ അത് എനിക്കും ലഭിക്കുന്ന ഒരു സമ്മാനമാണ്, അല്ലെങ്കിൽ ഒരു എല്ലാവരുടെയും എന്താണ് പറയുന്നത്, നമ്മുടെ ദൈവാനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉള്ളപ്പോൾ നമുക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി ലഭിക്കാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ സഹായിക്കട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.